ഇന്നൊരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഹാഫ് kg ചോക്കോ പിസ്താഷ്യോ കേക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. ചോക്ലേറ്റിൻ്റെയും പിസ്തയുടെയും കോമ്പിനേഷനാണ് കേട്ടോ വരുന്നത്. ഞാൻ ഫസ്റ്റ് ടൈം ഈ ഒരു ഫ്ലേവർ കേക്ക് ചെയ്തപ്പോൾ തന്നെ എനിക്ക് കിട്ടിയൊരു ഫീഡ്ബാക്കാണ് കേട്ടോ ഇത്. ചോക്ലേറ്റിൻ്റെയും പിസ്തയുടെയും അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അപ്പം നമുക്ക് റെസിപ്പി നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് അരക്കപ്പ് മൈദ എടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ആഡ് ചെയ്ത് 3 തവണ അരിപ്പയിലിട്ടൊന്ന് അരിച്ചെടുക്കണം. ഇത് 1/2 കിലോ കേക്കിൻ്റെ അളവാണ്. 1 കിലോ കേക്കാണ് ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ ഇരട്ടിയായിട്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്താൽ മതി കേട്ടോ. ഞാനിവിടെ ചോക്ലേറ്റിൻ്റെയും പിസ്തയുടെയും സ്പഞ്ച് ചെയ്തെടുക്കുന്നുണ്ട്. വേണമെങ്കിൽ ചോക്ലേറ്റിൻ്റെ സ്പഞ്ച് മാത്രം വെച്ചും ചെയ്യാവുന്നതാണ്. പക്ഷെ 2 ഫ്ലേവറിൽ സ്പഞ്ച് ചെയ്യുന്നതാണ് കേട്ടോ ടേസ്റ്റിൽ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു ബാറ്ററിൽ തന്നെ നമുക്ക് 2 ഫ്ലേവർ ചെയ്യാം. മൈദ അരിച്ചു മാറ്റി വെച്ച ശേഷം മുട്ട എടുക്കാം. 2 മുട്ടയാണ് ഹാഫ് kg കേക്കിന് വേണ്ടത്. ഞാനിവിടെ യോക്കും വൈറ്റും സെപ്പറേറ്റ് ആക്കിയാണ് കേട്ടോ ചെയ്യുന്നത്. 2 പാത്രം എടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും ഇല്ലാതെ നന്നായി തുടച്ച് വൃത്തിയാക്കി എടുത്ത പാത്രമായിരിക്കണം കേട്ടോ നമ്മൾ എടുക്കുന്നത്. അതിലേക്ക് യോക്കും വൈറ്റും സെപ്പറേറ്റ് ആക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി എഗ്ഗിൻ്റെ യോക്കിലേക്ക് 1 നുള്ളു ഉപ്പും 1/2 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര യോക്കിലേക്കും വൈറ്റിലേക്കുമായി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കസ്റ്റമർക്ക് മധുരം ഒത്തിരി വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ 1/2 കപ്പ് മുഴുവനായിട്ട് എടുത്തിട്ടില്ല കേട്ടോ. നോർമൽ ഷുഗറാണ് വേണ്ടതെങ്കിൽ 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര തന്നെ എടുക്കണം. ആദ്യം എഗ്ഗ് വൈറ്റ് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ നന്നായി ബീറ്റ് ചെയ്തെടുത്ത ശേഷം യോക്ക് ബീറ്റ് ചെയ്യാം. യോക്കിൻ്റെ മഞ്ഞ കളറൊക്കെ മാറി വെള്ള കളർ ആകുന്നത് വരെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒന്നുകൂടെ ഒന്ന് ബീറ്റർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ സമയം നമുക്ക് ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. 180 ഡിഗ്രിയിൽ 10 മിനിറ്റാണ് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചത്. സ്റ്റൗവിലാണ് ചെയ്യുന്നതെങ്കിൽ പാത്രം 10 മിനിറ്റ് ചൂടാക്കാൻ വെക്കണം. ഇനി മൈദയും മുട്ടയും മിക്സ് ആക്കി എടുക്കണം. എഗ്ഗ് വൈറ്റും മൈദയും 2 തവണകളായിട്ട് എഗ്ഗ് യോക്കിലേക്ക് ഇട്ട് കൊടുത്ത് പതുക്കെ വേണം കേട്ടോ മിക്സ് ചെയ്തെടുക്കാൻ. ആദ്യം കുറച്ച് മൈദയായിട്ട് മിക്സ് ചെയ്യാം, പിന്നെ എഗ്ഗ് വൈറ്റ്, പിന്നെ മൈദ, പിന്നെ വൈറ്റ്, ഇങ്ങനെ 2 തവണകളായിട്ട് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഇളക്കി മിക്സ് ചെയ്യണം കേട്ടോ. സ്പീഡിൽ മിക്സ് ചെയ്തെടുക്കരുത്. ഇനി നമുക്കിത് 2 ഫ്ലേവറിലാക്കി എടുക്കണ്ടേ. ഞാനിവിടെ ചോക്ലേറ്റ് സ്പഞ്ചിൻ്റെ 2 ലെയറും പിസ്ത സ്പഞ്ചിന് 1 ലെയറുമാണ് ചെയ്യാൻ പോകുന്നത്. ഈ ബാറ്ററിൽ ഒരു 1/4 ഭാഗം വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു 5-6 ഡ്രോപ്സ് പിസ്ത മിക്സും 1/4 കപ്പ് ക്രഷ് ചെയ്തെടുത്ത പിസ്തയും ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. പിസ്തയുടെ ബാറ്റർ നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ചോക്ലേറ്റിൻ്റെ ബാറ്റർ റെഡിയാക്കാൻ മറ്റേ ബാറ്ററിലേക്ക് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ അരിച്ചിട്ട് കൊടുത്ത് ഇതുപോലെ പതുക്കെ മിക്സ് ചെയ്തെടുക്കാം. ഡാർക്ക് കൊക്കോ പൗഡറാണ് ചേർക്കേണ്ടത്. നമ്മുടെ 2 ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ 6 ഇഞ്ചിൻ്റെ 2 മോൾഡ് എടുത്തിട്ടുണ്ട്. 2ലേക്കും ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ബാറ്റർ 2 മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായി ടാപ്പ് ചെയ്ത് എയർ ബബിൾസ് ഒക്കെ കളഞ്ഞ ശേഷം ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു 15 മിനിറ്റ് ഓവൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫില്ലിങ്ങിനും ഡെക്കറേഷനും വേണ്ട ചോക്ലേറ്റ് ഗനാഷ് റെഡിയാക്കി എടുക്കണം. ഞാനിവിടെ 1/2 കപ്പ് ഡാർക്ക് ചോക്ലേറ്റിലേക്ക് 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ഓവനിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി പിസ്തയുടെ ഫില്ലിങ് ചെയ്യാനായിട്ട് 1/4 കപ്പ് വൈറ്റ് ചോക്ലേറ്റിലേക്ക് 2 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുത്ത് അതും ഓവനിലേക്ക് മെൽറ്റാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. 2-3 മിനിറ്റ് കൊണ്ട് ഗനാഷ് റെഡിയായി കിട്ടും കേട്ടോ. വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും മെൽറ്റായാൽ ഓവനിൽ നിന്ന് എടുക്കാം. ഇനി വൈറ്റ് ചോക്ലേറ്റിലേക്ക് ഒരു 4-5 ഡ്രോപ്സ് പിസ്ത മിക്സ് ആഡ് ചെയ്ത് കൊടുക്കണം. ഒരു 1/2 കപ്പ് പിസ്ത ക്രഷ് ചെയ്തെടുത്തത് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതാണ് നമ്മുടെ പിസ്തയുടെ ഫില്ലിങ് കേട്ടോ. പിസ്ത വെറുതെ ക്രഷ് ചെയ്യുന്നിടുന്നതിനേക്കാളും ഈ ഒരു രീതിയിൽ ഫില്ലിംഗ് ഉണ്ടാക്കിയെടുക്കുന്നത് കേക്കിന് ഒന്നുകൂടെ ടേസ്റ്റ് കൂട്ടും. ഇനി നമുക്ക് സിറപ്പ് കൂടെ റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഒരു 1/4 കപ്പ് പാല് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ പിസ്ത മിക്സ് കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ ഷുഗർ സിറപ്പും റെഡിയായി കിട്ടും. ഈ സമയം സ്പഞ്ച് ബേക്കായി വന്നിട്ടുണ്ട്. ഫില്ലിങ്സും സ്പഞ്ചും സിറപ്പും എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഐസിങ് ചെയ്യാനുള്ള ക്രീമാണ് വേണ്ടത്. വെള്ളമൊന്നുമില്ലാതെ നന്നായി തുടച്ച് വൃത്തിയാക്കി എടുത്ത ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്ത് നന്നായി ബീറ്റ് ചെയ്യാം. കുറച്ചൊന്ന് ബീറ്റായി വന്ന ശേഷം അതിലേക്ക് ഒരു 5-6 ഡ്രോപ്സ് പിസ്ത മിക്സ് ആഡ് ചെയ്ത് നന്നായിട്ട് ഒന്നുകൂടെ ബീറ്റ് ചെയ്ത് സ്റ്റിഫാക്കി എടുക്കണം. നന്നായി സ്റ്റിഫാക്കി എടുക്കണം കേട്ടോ. ഞാനിവിടെ ക്യാമറയുടെ വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്യാറ്. ഇനി കേക്ക് ഐസിങ് ചെയ്തെടുക്കാം. അതിനായിട്ട് ചോക്ലേറ്റ് സ്പഞ്ച് 2 ലെയറായി കട്ട് ചെയ്തെടുക്കണം. ഫസ്റ്റ് ചോക്ലേറ്റ് സ്പഞ്ച് വെച്ച് കൊടുത്ത ശേഷം സിറപ്പ് ഒഴിച്ച് നന്നായി വെറ്റ് ചെയ്തെടുക്കാം. ശേഷം ക്രീം അപ്ലൈ ചെയ്തിട്ട് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുത്ത് സ്പ്രെഡ് ചെയ്തെടുക്കാം.
ഇതിലേക്ക് ക്രഷ് ചെയ്തെടുത്ത പിസ്തയും ചേർത്ത് കൊടുക്കാം. ഇനി സെക്കൻഡ് ലെയർ പിസ്ത സ്പഞ്ച് വെച്ച് കൊടുത്ത് കട്ട് ചെയ്തെടുക്കാം. ഇനി ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് ഇട്ട് കൊടുത്തിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി തേർഡ് ലെയർ ചോക്ലേറ്റ് സ്പഞ്ച് വെച്ച് കൊടുത്ത് ഫുൾ ആക്കി ചെയ്തെടുക്കാം. ഈ കേക്കിന് മൊത്തമായിട്ട് ഒരു 100 ഗ്രാം പിസ്തയാണ് കേട്ടോ വേണ്ടി വന്നിട്ടുള്ളത്. പിസ്ത അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫില്ലിങ്ങിലൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കേക്ക് നന്നായി ഐസിങ് ചെയ്ത് ഫുള്ള് കവർ ചെയ്തെടുത്ത ശേഷം ഗനാഷ് കൊണ്ട് ഇതുപോലെ ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ക്രീം വെച്ചിട്ട് റോസറ്റ വരച്ച് ഇതുപോലെ ഡെക്കറേഷൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ കേക്കിൻ്റെ റെസിപ്പിയും ഡിസൈനും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരണേ. സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുവരെ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ.